2 ദിവസം കഴിയുമ്പോൾ സോണിയയുടെ കല്യാണമാണ്. അത് ആലോചിച്ച് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നോക്കുന്നേ? ചേച്ചിയൊക്കെ എന്ത് എളുപ്പത്തിലാ ഇതെല്ലാം നോക്കുന്നേ? സോണിയ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവുന്നേ. ഇതൊക്കെ ശരിയാകുന്നേ. ഞാനാണെങ്കിൽ എളുപ്പത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ. കാരണം നിങ്ങളൊക്കെ നല്ലവരല്ലേ. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നല്ലവരാണ്. പിന്നെ നിന്റെ ആലോക്ജിയുടെ നേച്ചറും നല്ലതാണ്. നീയും അവരുടെയൊക്കെ മനസ്സിൽ നല്ലൊരു ഇടം നേടുകയും ചെയ്യും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ തങ്കക്കുടമേ, എന്ത് പെട്ടെന്നാ നീ വലുതായേ. ഇന്നലെ നടന്ന പോലെ. മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടി നടന്ന കൊച്ച. ചിലപ്പോ ഇവിടെ ഒളിച്ചിരിക്കും, ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കും. എന്റെ മോൾ ഇത്രയും വലുതായത് എനിക്ക് അറിയാൻ പോലും പറ്റിയില്ല. നാളെ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാ. അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വന്നാ എനിക്കും കരയാൻ വരും. എന്റെ പൊന്നു മോളെ, ഇത് ആനന്ദ കണ്ണീരാ. ഞാൻ കരയുന്നില്ല. നോക്ക്, ഞാൻ കരയുന്നില്ല. എന്റെ പൊന്നനിയത്തി, ഒന്ന് പോയി ഉറങ്ങ. നീ ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പൂജാരി വരും. നാളെ രാവിലത്തെ പൂജയൊക്കെ നടത്താനുള്ളതല്ലേ? അതെ സോണിയ, ചേട്ടത്തിയുടെ കൂടെ ഉറങ്ങിക്കോ. ശരി അമ്മ, ഞാൻ ചേട്ടത്തിയുടെ കൂടെ കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ സോണിയ അടിപൊളിയായി കല്യാണം നടത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. സോണിയ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ സോണിയയുടെ അമ്മായിയമ്മയ്ക്കും അനിയത്തേക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അനിയത്തി വന്ന് വാതിൽ കൊട്ടാൻ തുടങ്ങും. സോണിയ ചേട്ടത്തി, പെട്ടെന്ന് എണീക്ക്, രാവിലെയായി, അമ്മ വിളിക്കുന്നു പൂജയ്ക്ക്. ഇപ്പൊ രാവിലെ 5 മണി ആയതല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്നോ? ഞാൻ മേഘയോട് പറയാം. ഇല്ല വിട്ടേരെ ആലോക്, ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാ അത് വേണ്ട, ഞാൻ എണീറ്റോളാം. സോണിയ വാതിൽ തുറക്കും. മേഘ, ഞാൻ കുളിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാട്ടോ. പെട്ടെന്നാവട്ടെ, അമ്മയ്ക്ക് വൈകി വരുന്നത് ഇഷ്ടമല്ല. സോണിയ കുളിച്ചൊക്കെ വൃത്തിയായി പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പോയിരിക്കും. മോളെ, രാവിലെ 4 മണിക്ക് നീ എണീക്കണം. രാവിലെ 5 മണിക്ക് എനിക്ക് പൂജ നടത്തണം. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ, അതുകൊണ്ടാ മേഘയോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല മോളെ. ഇനി മുതൽ നീയും എന്റെ കൂടെ പൂജ ചെയ്യണം. അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ചേട്ടത്തി വന്നില്ലേ അമ്മ? മോള് പോയി കിടന്നോ, നിന്നെ ഉറക്കത്തിന്ന് എണീപ്പിച്ചു. എന്റെ കുഞ്ഞ്, കോളേജിലും പോവണ്ടേ? ചെല്ല് പോയി നല്ലായിട്ട് ഉറങ്ങ്. ഞാൻ 8 മണിക്ക് നിന്നെ എണീപ്പിക്കാം. സോണിയ അമ്മയുടെ കൂടെ പൂജ ചെയ്യും. അമ്മായിയമ്മ രാവിലെ സമൂസ ഉണ്ടാക്കാൻ അവളോട് പറയും. സോണിയ നന്നായി പാചകം ചെയ്യും. അവൾ അമ്മയുടെ അടുത്തുനിന്നും ചേട്ടത്തിയുടെ അടുത്തുനിന്നും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മോളെ, സമൂസയില് ഭയങ്കര എരിവ് കൂടിപ്പോയി, എണ്ണയും കൂടിയിരിക്കണു. കർമുറാന്നിരിക്കുന്നില്ല. തീ കുറച്ചിട്ടാ മതി, കർമുറാന്ന് എടുക്കാൻ പറ്റും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ പതുക്കെ ഇവിടത്തെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ. അമ്മ, ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ കോളേജിൽ പോവാണേ. ശരി മോളെ, കറക്റ്റ് സമയത്ത് വരണേ. അമ്മ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരുമ്പോ ലേറ്റ് ആയി പോവും. ശരി, ഞാൻ മറന്നുപോയി. നീ ഫോൺ ചെയ്തേക്കണം കേട്ടോ. മേഘ കോളേജിലേക്ക് പോകും. സോണിയ പാത്രമൊക്കെ അടുക്കളയിൽ വെച്ച് റൂമിലേക്ക് പോകും. സോണിയ, എനിക്ക് മനസ്സിലായി സമൂസ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന്. നീ അതുണ്ടാക്കി ആരെയും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയും മേഘയും പതുക്കെ നിന്നോട് അഡ്ജസ്റ്റ് ആയിക്കോളും. അവരുടെ സ്വഭാവം അറിയില്ലേ? അത് കുഴപ്പമില്ല ആലോക്, ഞാനും പതുക്കെയല്ലേ എല്ലാവരുടെ സ്വഭാവം അറിഞ്ഞു വരുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പതുക്കെ ഞാൻ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എന്നെയും അവർക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ സോണിയ എത്രയും പരിശ്രമിച്ചിട്ടും ആ പരിശ്രമം അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല അവരുടെ മുമ്പിൽ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. അവൾ എപ്പോഴൊക്കെയോ ആലോകിന്റെ അടുത്ത് കറങ്ങുന്ന കാര്യം പറയും. അപ്പൊ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ഹണിമൂൺ തകർക്കും. സോണിയ അതൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ടും അവൾ എല്ലാവരെയും ബഹുമാനിക്കുകയും നന്നായി നോക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഒരു മരുമകളിലെ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതെല്ലാം സോണിയക്കുണ്ടായിരുന്നു. അവൾ നല്ല ഒരു മരുമകളാന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം സോണിയ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഇച്ചിരി സോണിയ ചിരിച്ചുപോയി. കോളേജിൽ നിന്നും വിട്ടുവന്ന മേഘ സോണിയ സംസാരിക്കുന്നതായിട്ട് കാണും. അപ്പൊ തന്നെ അവൾ ആ കാര്യം അമ്മോട് പോയി പറഞ്ഞു. അമ്മ, ഈ ചേട്ടത്തിക്ക് ഒരു നാണോ ഇല്ലെന്ന് തോന്നുന്നു. അയൽപക്കത്ത് താമസിക്കുന്ന രഘു ഇല്ലേ, അവനോട് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ രഘുവിന്റെ സ്വഭാവമൊക്കെ? ഈ സൊസൈറ്റിയുടെ ഏറ്റവും വൃത്തികെട്ടവനാണത്. എന്താ, രഘുവിനോട് സംസാരിക്കുന്നോള്?
ഞാൻ അവളോട് ചോദിക്കട്ടെ പോയി. സോണിയ അപ്പോഴത്തേക്കും മേഘ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. സോണിയയുടെ ക്ഷമ അങ്ങ് അറ്റത്തിലെത്തി. എന്താ മരുമോളേത്? നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ ഈ ചെയ്യുന്നത്. അന്യപുരുഷന്റെ അടുത്ത് ചിരിച്ചും കളിച്ചാണോ സംസാരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്ത് നാണക്കേടാവൂന്ന് അറിയാവോ? ഇത്തിരിയൊക്കെ മനസ്സിലാക്ക്. നീ വീട്ടിലെ പുതിയ മരുമകളാ. മതി അമ്മ, നിർത്തത്. എന്നെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, അപ്പുറത്ത് താമസിക്കുന്ന രഘുവിനോട് ഇത്തിരി നേരം ഞാനൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്കറിയാമോ ഈ രഘു ആരാണെന്ന്? എന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചതാ എന്റെ കൂടെ. എന്റെ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയുടെ. പണ്ടത്തെ എന്തോ കാര്യം പറഞ്ഞാ ഞങ്ങൾ ചിരിച്ചത്. ഞാനെന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാനിവിടെ താമസിക്കുന്നില്ല ഇനി. ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക. ആലോക് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. സോനിയ ദേഷ്യത്തിൽ അവളുടെ പേഴ്സ് എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് വരും. അമ്മായിയമ്മയ്ക്കും മേഘയ്ക്കും ടെൻഷനായി. ആലോക് വരുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച്. ഒരു കാരണമില്ലാതെ സോണിയ ഇറങ്ങിപ്പോയതിന് അവരിനി എന്തു പറയുമെന്ന്. അപ്പുറത്ത് സോണിയ അമ്മയോടും ചേച്ചിയോടും എല്ലാ വിഷമങ്ങളും പറയും. ചേച്ചിയെ പോലെ ഞാൻ ആ വീട്ടിൽ പോയി ഒരു സ്ഥാനം പിടിക്കാൻ നോക്കി. പക്ഷെ അവിടെ അമ്മയും മേഘയും എന്നെ നല്ല രീതിയിൽ അപമാനിച്ചു. എന്റെ ചരിത്രത്തിനെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്ന്? ഇനി ഞാൻ തിരിച്ചു പോകണോ? സോണിയ, എന്റെ പൊന്നു മോളെ, കരയല്ലേ. ഞാൻ ആലോകിനോട് സംസാരിക്കാം. ഞാനും നിന്റെ ചേട്ടനും കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകാം. മോള് കറക്റ്റാ പറയുന്നത്. നമ്മള് നമ്മുടെ മോളെയല്ലേ കൊടുത്തത് എന്നും പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ മോളെ? ഞാൻ എന്റെ മോളെ നല്ല രീതിയിലല്ലേ വളർത്തിയേക്കുന്നേ. എന്നിട്ട് അവരെന്റെ മോളെ ഇതുപോലെ ആക്ഷേപിക്കുകയാണോ? സോണിയ, നീ ഇനി അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയെല്ലാം സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. അവിടെ ആലോകിനും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം തോന്നും. നിനക്കറിയാമല്ലോ മേഘ, രഘു സോണിയയുടെ ബാല്യകാല സുഹൃത്താണ്. എന്തൊക്കെ തന്നെയായാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. എനിക്ക് സോണിയയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് പറയണം. സോണിയ എന്റെ ഭാര്യയാണ്. ആ മര്യാദ കൊടുക്കണം. ഈ വീടിന്റെ മരുമകളാണ്. മേഘ, അവൾ നിന്റെ ഇടത്തിയാണ്. നീയല്ലേ അവൾക്ക് മര്യാദ കൊടുക്കേണ്ടത്. വിവാഹശേഷം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിനക്ക് ആ വീട്ടിൽ പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സോണിയയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കൂ. അവളും നിങ്ങളിൽ നിന്ന് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവളോട് വേറൊരു രീതിയിലല്ലേ പെരുമാറുന്നത്? നീ ശരിയാ പറഞ്ഞത് മോനെ. അറിയാണ്ട് ഞങ്ങള് തെറ്റ് ചെയ്തു. സോറി ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിച്ചോളാം ചേച്ചിയോട്. വാ, നമുക്ക് പോയിട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാപ്പ് ചോദിക്കാം നമുക്ക്. മേഘയും അമ്മായിയമ്മയും കൂടെ അവളെ വിളിക്കാൻ പോകും. അവിടെ ചെന്ന് മാപ്പും ചോദിക്കും. എല്ലാരും പറഞ്ഞതുകൊണ്ട് സോണിയ ക്ഷമിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ തന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ പോകുകയും ചെയ്യും. ശർമ്മ കുടുംബത്തിലെ മരുമകളായ നേഹ ഫോണിൽ തന്റെ ബാല്യകാല സുഹൃത്തായ മെഹക്കുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്തു പറയാനാ മെഹക്, മുഴുവൻ സമയവും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV കാണും. അമ്മയാണെങ്കിൽ എപ്പോഴും ഭക്തിമാർഗത്തിലായിരിക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഓഫീസിൽ എപ്പോഴും തിരക്കാണ്. ദിവസം മുഴുവൻ വീട്ടിൽ ബോറടിച്ചിരിപ്പാണ്. എന്റെ കാര്യം വിട്. നീ പറ മെഹക്. ഒന്നുമില്ല ഡിയർ. എന്നെക്കാളും ഞാൻ എന്റെ മക്കളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. 3 മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് അവരുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചത്. 3 പേരും ഒരുമിച്ച് ജനിച്ചതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മെഹക്, നിനക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ലേ? നിനക്കും നിന്റെ ജീവിതത്തിൽ സന്തോഷമൊക്കെ വേണ്ടേ? ശരി, ആ കാര്യങ്ങളെല്ലാം വിട്. കുട്ടികൾക്കിപ്പോൾ അവധിയല്ലേ? പറയുന്നുണ്ട് എല്ലാ കുട്ടികളും അമ്മുമ്മയുടെ വീട്ടിൽ പോകുന്നെന്ന്. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചത് മുതൽ അവരും ഉപേക്ഷിച്ച പോലെയാണ്. എനിക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചതെന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസത്തേക്ക് കുട്ടികളെയും കൂട്ടി ഇവിടെ വാ. അവർക്ക് സന്തോഷാവും. പിന്നെ ബാല്യകാല സുഹൃത്തുക്കളായ നമ്മളും ഹാപ്പി. നീ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ വരാം. ഇത് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ നേഹയുടെ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുന്നു. നേഹ വാതിൽ തുറന്നപ്പോൾ മുൻപിൽ അവളുടെ ഭർത്താവും അനിയനും നിൽക്കുന്നുണ്ടായിരുന്നു. വെൽക്കം ഹോം. താങ്കൾ ഇന്ന് വരാൻ വളരെ വൈകിയല്ലോ. സാധനങ്ങൾ എനിക്ക് തരൂ. കൈ കഴുകി വരൂ. ഭക്ഷണം റെഡിയാണ്. അനിയ, നിന്റെ ബാഗും കൂടി എനിക്ക് തരൂ. വേണ്ട, ഞാൻ ഓക്കെയാണ്. ഇങ്ങനെ പറഞ്ഞ് അവൻ അവന്റെ റൂമിലേക്ക് പോയി. ഏട്ടതി അവനെ നോക്കി നിന്നു. നേഹ, നീ എന്താണ് നോക്കുന്നത്? നിഖിലിന്റെ കണ്ണുകളിൽ നോക്കൂ. അവൻ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. എന്റെ അനിയനെ ഇങ്ങനെ കാണുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അവനെ നേരെയാക്കാൻ താങ്കൾ ജോലിയും കൊടുത്തു. പക്ഷേ അവനവിടെ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, നീ ടെൻഷൻ അടിക്കണ്ട. പതുക്കെ പതുക്കെ എല്ലാം ശരിയാകും. ഒരാളുടെ പുറകെ നടന്ന് ജീവിതം നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. നീ അവന്റെ കാര്യം വിട്. എന്നിട്ട് എനിക്ക് ഭക്ഷണം താ.
തന്റെ ഭർത്താവിന്റെ സംസാരം കേട്ട് നേഹ തന്റെ അനിയന്റെ കാര്യങ്ങൾ അവഗണിച്ചു. പിന്നെ അവൾ അവളുടെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തു. അടുത്ത ദിവസം രാവിലെ നേഹ, ഇതാ എടുക്കൂ, താങ്കളുടെ ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും ഓഫീസിൽ പോകാൻ ലേറ്റായി. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്? കുടിക്ക്. അവൾ എത്ര സ്നേഹത്തോടെയാണ് ഉണ്ടാക്കിയത്. എന്നാൽ താ, ഞാൻ കുടിക്കാം. വരൂ, എന്റെ കൂടെ ഇരുന്ന് നീയും കുടിക്ക്. ഇപ്പോൾ എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. നേഹ തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ അവളുടെ അനിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിഖിൽ, നീ എപ്പോൾ വന്നു? താങ്കളെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു. അതൊക്കെ വിട്. ആദ്യം ഇത് പറ, നീ എവിടെയായിരുന്നു? താങ്കൾക്ക് എന്താ ഞാൻ എപ്പോ വന്നാലും? ഇതിന് താങ്കൾക്ക് എന്താ നഷ്ടം? ഞാൻ താങ്കളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. താങ്കളുടെ നിർബന്ധവും ആഗ്രഹവും പൂർത്തീകരിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് താങ്കൾ ഇങ്ങനെ സന്തോഷിക്കുക. ഇത്രയും പറഞ്ഞ് അവൻ തന്റെ മുറിയിലേക്ക് പോയി. സഞ്ജയ് അവനെ തുറച്ചു നോക്കിയിരുന്നു. നേഹയും സങ്കടത്തോടെ നിന്നു. ആർക്കറിയാം ഈ ചെക്കന് എന്താ പറ്റിയതെന്ന്. അങ്ങനെ ഉച്ചയായി. പക്ഷേ നിഖിൽ മുറിയിൽ നിന്ന് പുറത്തു വന്നതേയില്ല. നേഹ കുറെ പ്രാവശ്യം വിളിച്ചപ്പോൾ നിഖിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇരിക്കെ നിഖിൽ, ഞാൻ ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരാം. വേണ്ട ഏടത്തി, ഒരു പ്രശ്നമില്ല. അപ്പോൾ പുറത്ത് ആരുടെയോ ശബ്ദം കേട്ടു. നേഹ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എന്തൊക്കെയുണ്ട്? മെഹക്, നീ വന്നോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ഇത് പറ, എന്തൊക്കെയുണ്ട്? എന്ത് പറയാനാ ഡിയർ, ഒരു തരത്തിൽ സുഖമാണ്. നടന്നു നടന്ന് കാല് വേദനിച്ചു. ഓ, നിന്റെ മക്കളെല്ലാം വലുതായല്ലോ. ആ, 3 ഒരുമിച്ചല്ലേ ജനിച്ചത്. 3 6 വയസ്സായി. മെഹക്കിന് 3 മക്കളാണുള്ളത്. അവർ ഒരുമിച്ചാണ് ജനിച്ചത്. മെഹക്കിനെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവളെ കണ്ടാൽ 3 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നില്ല. മെഹക്, നിന്നെക്കുറിച്ച് നേഹ എപ്പോഴും പറയാറുണ്ട്. വരൂ, നിങ്ങൾ ഇരിക്കൂ. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. വൈകുന്നേരം കാണാം. ആ ശരി ജീജു. സഞ്ജയ് അവിടെ നിന്ന് പോയി. പിന്നെ മെഹക് നിഖിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. നിങ്ങൾ ഇവിടെ ഇരിക്ക്, ഞാൻ കൂൾ ഡ്രിങ്ക്സ് എടുത്തുവരാം. മെഹക് നിഖിലിനെ നോക്കി. ഇതാരാണ്? ഞാനൊരു അതിഥിയാണ്, എന്നെ നോക്കുന്നുകൂടിയില്ല. എക്സ്ക്യൂസ് മീ, താങ്കൾ ആരാണ്? ഞാൻ താങ്കളോട് സംസാരിക്കുകയാണ്, പക്ഷെ താങ്കൾ ഒരുത്തരവും തരുന്നില്ല. അവൻ അവളുടെ ചോദ്യങ്ങൾക്ക് ഒരുത്തരവും നൽകിയില്ല. എന്നെ മൈൻഡ് ചെയ്യാതെ ആളാവണ്ട. വാട്ട് ദ ഹെൽ, ഈ വീട്ടിൽ നിന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയായി. നിഖിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റുപോയി. അവന്റെ ശബ്ദത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവന്റെ ശബ്ദം കേട്ട് നേഹ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. എന്തുപറ്റി മെഹക്, എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ഈ ശാഠ്യക്കാരനോട് കൂടുതലൊന്നും പറഞ്ഞില്ല. അറിയില്ല പിന്നെ ഇവന് എന്തൊരു അഹങ്കാരമാണെന്ന്. ഇതൊരു വ്യത്യസ്തനായ ആളാണ്. ഇയാൾ ആരാണ്? ഇതെന്റെ ഭർത്താവിന്റെ അനിയനാണ്. നീ ഒരു സമ്മർദ്ദത്തിന് ഇരയാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ അവനോട് എത്ര അകലത്തിൽ നിൽക്കാൻ പറ്റുമോ അത്രയും അകലം പാലിക്കണം. നേഹ അവളോട് എല്ലാം ബോധ്യപ്പെടുത്തി. അങ്ങനെ രാത്രിയായി. രാത്രി നിഖിൽ തനിച്ച് ടെറസിലായിരുന്നു. അപ്പോൾ പുറകിലൂടെ മെഹക്കും വസ്ത്രങ്ങൾ എടുക്കാൻ ടെറസിൽ വന്നു. മക്കളുടെ വസ്ത്രങ്ങൾ ഉണങ്ങി, ഇനി ഇതെടുക്കാം. ഓ, ഈ ശല്യക്കാരൻ ഇവിടെയുണ്ടോ? ഹായ്, ഞാൻ പറഞ്ഞില്ലേ ഹായ്. നിങ്ങൾ സംസാരിക്കാൻ ടാക്സ് കൊടുക്കുന്നുണ്ടോ അതോ വായിൽ പൂട്ടിട്ടിരിക്കുകയാണോ? ഓഹോ, നിനക്കെന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഞാൻ താങ്കളുടെ ഏട്ടത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ താങ്കളുടെ അതിഥി. ഞങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ട്രീറ്റ് എങ്കിലും തരൂ, ശാഠ്യക്കാരനായ അനിയാ. നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ എന്റെ മുന്നിൽ വരുന്നത്? നിനക്കെന്താ വേണ്ടത്? ഇവിടെ നിന്ന് പോകൂ. ഇത് പറഞ്ഞ് ക്ഷീണിതനായ നിഖിൽ സ്വയം അവിടെ നിന്ന് പോയി. മെഹക് അവനെ തന്നെ നോക്കി നിന്നു. ഈ ശാഠ്യക്കാരൻ എപ്പോഴും ദേഷ്യത്തിലാണല്ലോ. ഇയാൾ ഇങ്ങനെയാവാൻ എന്താണ് സംഭവിച്ചത്? കണ്ടിട്ട് അയാൾ തികച്ചും ഒറ്റപ്പെട്ടവനാണെന്ന് തോന്നുന്നു. മെഹക്കിന് അവന്റെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. വേണ്ട, പറഞ്ഞില്ലേ ഐസ്ക്രീം തിന്നരുതെന്ന്? ഇല്ല, നമുക്ക് കഴിക്കണം. കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിക്കണം. അപ്പോൾ നിഖിൽ അവിടെ വരുന്നു. വരൂ കുട്ടികളെ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അമ്മേ, നിങ്ങളും കൂടി വാ. ഞാൻ ഓ മെഹക്, കുട്ടികൾ നിർബന്ധിക്കുന്നത് കണ്ടില്ലേ? മെഹക് നിഖിലിന്റെ കൂടെ വാഹനത്തിൽ പോയി. താങ്കൾ എന്തെങ്കിലും പറയൂ. എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്. ഞാൻ എന്റെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. എനിക്കറിയണം താങ്കൾ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നീ എന്തിനാ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നത്? ഒരാൾക്ക് വേണ്ടി അയാൾ മനസ്സുകൊണ്ട് താങ്കളെ ആഗ്രഹിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി താങ്കൾ എന്തിനാണ് സ്വയം നശിക്കുന്നത്? എന്താ അവരുടെ അസ്തിത്വം താങ്കളെക്കാളും കൂടുതലാണോ? പിന്നെ താങ്കളുടെ സങ്കടം മാറ്റാൻ ഈ ടവൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ പിടിച്ചോ. ഇത്രയും പറഞ്ഞപ്പോൾ നിഖിൽ അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. നീ സത്യമാണ് പറഞ്ഞത്. എന്റേതല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എന്തിനാണ് എന്റെ ജീവിതം നശിപ്പിക്കുന്നത്? എന്നെ വിട്ടിട്ട് പോയ ഗേൾഫ്രണ്ടിന്റെ ഓരോ ചലനങ്ങളും നിനക്കുണ്ടായിരുന്നു. നിന്നെ കാണുമ്പോൾ ഞാൻ അവളെ ഓർക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, നീ അവളിൽ നിന്നും വളരെ വ്യത്യസ്തയാണെന്ന്. നന്ദി മെഹക്. ഏട്ടത്തി നിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എത്ര സന്തോഷവതിയാണ്. തന്റെ മക്കളെ എത്ര സന്തോഷവാന്മാരാക്കുന്നു. ഇനി ഞാൻ നിന്നെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ 3 മക്കളോടൊപ്പം
നിന്നെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അവർ ഇരുവരും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. നിഖിൽ അമ്പലത്തിൽ പോയി അവളെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് പോയി. നേഹയ്ക്ക് ഇത് കണ്ട് വളരെ സന്തോഷമായി. പക്ഷേ അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇത് കണ്ട് നല്ല ദേഷ്യം വന്നു. നിനക്ക് ഈ 3 മക്കളുടെ അമ്മയെ മാത്രമേ കിട്ടിയുള്ളൂ വിവാഹം കഴിക്കാൻ? അമ്മേ, മെഹക് നല്ലൊരു പെൺകുട്ടിയാണ്. അവളുടെ ഭർത്താവാണ് അവളെ ചതിച്ചത്. 2 പെൺകുട്ടികളായതുകൊണ്ട് ഇവരെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ അനിയനെ നോക്കൂ, ഇവരുടെ കൂടെ എത്ര ഹാപ്പിയാണ്. തന്റെ മകന്റെ മുഖത്തെ ചിരി കണ്ട് അവർക്കും സന്തോഷമായി. അതുകൊണ്ട് അവർ മെഹക്കിന്റെ 3 മക്കളുടെ കൂടെ അവളെയും സ്വീകരിച്ചു. ഇപ്പോൾ നിഖിലും മെഹക്കും തങ്ങളുടെ 3 കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തിലാണ്. Thanks for watching.